എന്ത് കണ്ടാലും ഇതെന്താ ഇങ്ങനെ, ഇതിവിടെ എങ്ങനെ വന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ എനിക്ക് പണ്ടേ ഉണ്ട്. നിങ്ങൾക്കങ്ങനെ തോന്നാറുണ്ടോ? ഉണ്ടാകും. എന്തായാലും എന്നെപ്പോലെ 2-3 പിരി പോയവർ എല്ലായിടത്തും കാണുമല്ലോ. ഇന്ന് സൂര്യാസ്തമയം കാണാനിരിക്കുമ്പോഴാണ് ഒരു സംശയം തലയിൽ കയറിയത്. ആ നേരെ കാണുന്ന കരിങ്കല്ലുകളുണ്ടല്ലോ, അങ്ങ് നിരത്തി കെട്ടിയിരിക്കുന്നത്, അവ എങ്ങനെ ഇവിടെ വന്നു? കടലിൽ നിന്ന് പൊങ്ങി വന്നതാണോ അതോ കപ്പലിൽ കൊണ്ടുവന്നതാണോ? അതായിരുന്നു ഇന്നത്തെ സംശയം. നമ്മുടെ ലക്ഷദ്വീപിലെ ചില കരിങ്കല്ലുകൾ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള കടലിലെ അടിത്തട്ടിൽ അഗ്നിപർവ്വതങ്ങളൊക്കെ പൊട്ടിത്തെറിച്ച് അവയുടെ അവശിഷ്ടങ്ങളാണെന്നും അതിൻ്റെ മുകളിൽ പിന്നീട് പവിഴപ്പുറ്റുകൾ ഉണ്ടായതാണെന്നും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ മാലിദ്വീപ് അതിനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ഈ രാജ്യം മുഴുവൻ പവിഴദ്വീപുകളാണ്. അതുകൊണ്ട് കടലിനെ തടയാനും കരയെ സംരക്ഷിക്കാനും ആയിരക്കണക്കിന് ടൺ കരിങ്കല്ലുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കപ്പലിൽ വരാനോ അല്ലെങ്കിൽ ബാർജിലോ അല്ലെങ്കിൽ ജങ്കാറിലോ ഒക്കെ കൊണ്ടുവരാനാണ് ചാൻസ്. അതറിയാൻ വേണ്ടി ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ഈ കരിങ്കല്ലുകൾ ഇന്തോനേഷ്യയിൽ നിന്നും ഇന്ത്യയിലെ തൂത്തുക്കുടിയിൽ നിന്നും ഒക്കെ വന്നതാണെന്ന്. പറഞ്ഞു വരുമ്പോൾ ഞാൻ ദിവസം കാണുന്ന ഈ കരിങ്കല്ലുകൾ ഈ മാലിദ്വീപിൽ ജനിച്ചവരല്ല, വിദേശത്ത് നിന്ന് വന്ന അതിഥി തൊഴിലാളികളാണ്. അതായത് എന്നെപ്പോലെയൊക്കെ തന്നെ. ഇനി നിങ്ങൾ ഇവിടുത്തെ കരിങ്കല്ലുകളൊക്കെ കാണുമ്പോൾ ഈ കഥയും ഓർക്കണം കേട്ടോ. അപ്പോൾ ഇനിയും കാണുന്നവരെ ബൈ ബൈ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ സബ് ചെയ്ത് കൂടെ കുടിക്കുക കേട്ടോ. പിന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിയേക്ക്. അപ്പോൾ ബൈ ബൈ.